ബേസിക്കലി നിങ്ങൾ അവിടെ നിൽക്കുന്നത് അവരെ ചോദ്യം ചോദിക്കാനല്ല. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ അവരെ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യാനോ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഒന്നും അല്ല. നിങ്ങൾക്ക് വല്ലതും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സ്വിച്ച് പറയുമ്പോഴേ ഒരാളെ സംസാരിച്ചു തുടങ്ങണം, മറ്റേ ആളെ സംസാരിച്ചു തുടങ്ങാവുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണോ? അപ്പം ഇവിടുത്തെ ചെയർമാൻ തന്നെ തുടങ്ങിക്കോളൂ. മോഹൻദാസ് എന്തുകൊണ്ടാണ് കോച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ക്രൗഡിൽ ആർക്കാണ് ഈ കോളേജ് ഇഷ്ടം? എനിബഡി? ഒരാൾ? സീ, വി ഹാവ് എ റിയാലിറ്റി. ഇത്രയും പെൺപിള്ളേർ ഈ കോളേജ് ഇരുന്നിട്ട് ആകെ കുറച്ച് അത്യാവശ്യം പഠിക്കാനും വളരാൻ താല്പര്യമുള്ള പയ്യന്മാർ മാത്രമാണ്. അത് മാത്രമല്ല, ഈ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പട്ടിക്കാട്ടിലാണ് കോളേജ് ഇരിക്കുന്നത്. സിറ്റിയിൽ ഇങ്ങോട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ഞാൻ വിചാരിച്ച ഒരു മോശം ഇൻഫ്രാസ്ട്രക്ചർ, വളരെ ദയനീയമായ ഇൻഫ്രാസ്ട്രക്ചർ, കുഴപ്പമില്ലാത്തൊരു പോയിന്റ്. അടുത്ത സ്വിച്ച്. ഇതൊക്കെ എന്തായാലും എന്റെ കോളേജിലോട്ട് പറഞ്ഞു അവിടെ ഓട്ടോ വിളിച്ച് വേണം എന്റെ മോളിൽ പോയി. എന്നാലും ഓട്ടോ പ്രത്യേകം ചാർജ് കൊടുക്കും. കുന്നും കുഴിയൊക്കെ കയറിയാകുമ്പോൾ ഇത് വീണ്ടും ബസ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്റെ കോളേജിൽ വെച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കാണാൻ മാത്രമേ ഉള്ളൂ, ബാക്കിലോട്ട് മൊത്തം ചെറിയ ചെറിയ ബിൽഡിംഗ് ആണ്. ഇത് കണ്ട ബ്ലോക്ക് ആയിട്ട്. നിന്റെ കോളേജ് എന്നെ കൊള്ളാം. അപ്പിയറൻസ് ഉള്ള കാര്യം പോലെ അകത്ത് നടക്കുന്ന വർക്കിങ്ങിലാണ്. ഇവിടെ കാണാൻ കൊള്ളായിരിക്കും, പക്ഷെ അകത്ത് വേറെ ദൂരെയാണ്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഭക്ഷണം പട്ടിക്കൊല്ലം കഴിക്കാൻ കൊള്ളൂല. ഞങ്ങളെ കോളേജിൽ നൂഡിൽസ് ചെയ്ത് പാമ്പിനെ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് Don't about palm, man. Don't talk about palm. എന്റെ റൂമിലാണ് എനിക്ക് പാമ്പ് പേടിക്കുന്നത്. പ്ലീസ്. ഓക്കെ, പാമ്പിട്ടാണ് സ്വന്തം റൂമിൽ നിന്ന് പാമ്പിട്ടാണ്. അപ്പൊ എന്റെ കോളേജാണ് എന്തുകൊണ്ടും മാറ്റാൻ. നിങ്ങളുടെ കോളേജിലെ ആൾക്കാർക്ക് പാമ്പിന്റെ പോഷക വസ്തുക്കളെ കുറിച്ച് അറിയാൻ വേണ്ടി അവർ പാമ്പ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കോളേജിലെ ആൾക്കാർക്ക് അത് അറിഞ്ഞൂടാ. പാമ്പ് എന്തുകൊണ്ടാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്? പാമ്പുകളുടെ എണ്ണം എന്റെ കോളേജിലാണ് കൂടുതലെങ്കിൽ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് പാമ്പുകളുടെ എണ്ണം എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും കൂടുതലും. നമ്മുടെ കോളേജിലേക്ക് പാമ്പുള്ളൂ. പക്ഷെ അറിയാ ബെസ്റ്റിന് ഡാൻസ് കളിച്ച പിള്ളേരെ ബാൻ ചെയ്യുന്ന കോളേജല്ലേ തോന്നുന്നു. ഇവിടെയൊക്കെ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇവരെ കയ്യിൽ 450 രൂപയും 150 രൂപയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എന്റെ കോളേജിലൊക്കെ 2000, 2500 രൂപ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ കോളേജിലെ പൈസ? അതായത് 450 രൂപ മാത്രം മേടിച്ച് പരിപാടി നടത്തുന്ന കോളേജാണ് നമ്മൾ. ഇവിടെ 2500 രൂപ വാങ്ങിച്ചിട്ട് പോലും ഇതുപോലെ നമ്മുടെ കോളേജിനകത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പരിപാടി ചെയ്യാൻ പോലും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങളെ കോളേജിലെ മോശം? ഇതൊരു ആർച്ച് വെച്ചിരിക്കുന്ന പ്രശ്നമാണ്. ആർച്ച് വരും അതായത് ഒരു നിങ്ങൾ ഇനി പുതിയ പോയിന്റ്സ് ഒന്നും ഇടണ്ട. ഒന്നുകൂടെ ബ്രീഫ് ചെയ്ത് 20 സെക്കൻഡിൽ വളരെ ദയനീയമാണ് എന്റെ കോളേജ് എന്ന് പറഞ്ഞ് രണ്ടുപേരും നിർത്താം. അലിയിൽ സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കോളേജിനെ അക്സെപ്റ്റ് ചെയ്തില്ല. എന്റെ കോളേജാണ് ഏറ്റവും കൂടുതൽ. അത് നിങ്ങൾ എന്റെ കോളേജിൽ വരാത്തതുകൊണ്ടാണ്. നിങ്ങളെ കോളേജിലെ സൈഡ് വെച്ച് മാത്രം സംസാരിക്കണമെന്നാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. എനിക്ക് ഞങ്ങളെ കോളേജിലാകെ ചെറിയ ക്യാമ്പസ് മാത്രമുള്ളത്. നല്ലൊരു ഗ്രൗണ്ട് പോലും ഇല്ല. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും നിങ്ങൾക്കാണെങ്കിൽ അതൊക്കെ ഉണ്ട്. ബാസ്കറ്റ്ബോൾ ഞങ്ങൾക്ക് ടീം പോലും ഇല്ല. നിങ്ങൾക്ക് അവിടെ ബോർഡ് ഇടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരുപാട് നാഷണൽ പ്ലെയേഴ്സും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളെ കോളേജിൽ അങ്ങനെയൊന്നുമില്ല. എന്റെ കോളേജാണ് കൂടുതൽ. നിങ്ങളെങ്ങനെ സമ്മതിച്ചത്? ഈ പറഞ്ഞ ബസ്സെല്ലാം ഉണ്ടായിട്ട് എന്റെ കോളേജ് കൂടാതെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫുഡിന് കൊഴു പാറ്റ ഇതെല്ലാം കിട്ടും. ഈവൻ ക്യാൻറ്റീനിൽ പാറ്റ കിട്ടും. ഓക്കെ, ഇവിടുത്തെ ഒരു വാല് തുറക്കാൻ പെർമിഷൻ മേടിക്കണം. ഒരു കേബിൾ അങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇനി ഇതിനെ ഒന്ന് സ്വിച്ച് ചെയ്യാം. അലി പറയണം ഹീരയാണ് നല്ല കോളേജിൽ നിന്ന്, ഈ പറയണം മോഹൻദാസ് ആണ്. മോഹൻദാസിനേക്കാൾ ബെറ്റർ എന്നാണ് പറയുന്നത്.
വേറെ ഒന്നല്ല, ഇന്നലത്തെ ഇഷ്യൂ തന്നെ എടുക്കാം. ഇവിടെ ഞങ്ങളെ പിള്ളേര് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കോളേജിൽ കഷ്ടപ്പെട്ട് അവര് ഞങ്ങള് തക്കാളി പെട്ടിയും ചാക്കും വെച്ചിട്ട് അവർ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പൊളിച്ചുകൊണ്ടാക്കുന്നതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇത് അവർ അത്രയും എഫേർട്ട് എടുത്തു. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പറഞ്ഞല്ലോ, അതായത് ഈ കോളേജിലെ പിള്ളേർ രാത്രി വരുന്ന മാർച്ച് കെട്ടി നിങ്ങളുടെ കോളേജിൽ ചെയ്യൂ. ഈ കോളേജിലെ പിള്ളേർ നിൽക്കും, ഈ കോളേജിലെ പരിപാടിക്ക് എന്ത് വന്നാലും നിൽക്കും. അതാണ് സ്വിച്ച് അതേ പറയില്ലേ നിനക്ക്? സാധനം പറഞ്ഞു ഞാൻ ഫോറാണോ പറയാനുള്ളത്? നിന്റെ കോളേജിനെ പൊക്കുക. എന്റെ കോളേജിൽ എന്റെ കോളേജിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ക്യാമ്പസ് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു കോട്ടിനകത്ത് ഒതുങ്ങിക്കൂടെയാണ്. അറ്റ്ലീസ്റ്റ് എന്റെ കോളേജ് അത്രയും ചെറുതായതിന്റെ കൂടി ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങൾ പുറത്തുകൊണ്ട് ഞങ്ങളെ കോളേജ് ബെറ്റർ ആണ്. നമ്മുടെ കോളേജ് പരിപാടി വേണ്ടി കൊണ്ടുവന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കോളേജിന്റെ ഈ ഹാൾ നമുക്ക് വേണ്ടിയാണ് പണിത്. അതായത് എത്ര ഗ്രാൻഡുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല, നമ്മുടെ കോളേജ് ഫെസ്റ്റിന്റെ ഇടയ്ക്കാണെങ്കിൽ 450 രൂപ മേടിച്ച് 5000 രൂപ ടിക്കറ്റ് ചെയ്യാനായിട്ട് പരിപാടി ഈ കൊല്ലം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾ നടത്തുന്ന ഒരു പ്രോഗ്രാമിന് നിങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടസ്റ്റന്റിന്റെ എണ്ണം ഞങ്ങളുടെ കോളേജിൽ 1000 കൂടി പുറത്തുനിന്നുള്ള കണ്ടസ്റ്റന്റാണ് ഞങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കോളേജിൽ ഒരു കണ്ടസ്റ്റന്റ് തന്നെ എടുക്കാറില്ല ഓരോ പ്രോഗ്രാമും. അത് ഞങ്ങളുടെ കോളേജ് പ്ലസ് പോയിന്റ് ആണ്. നമ്മുടെ കഴിവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. Closing statements, 20 seconds. അലി തുടങ്ങിക്കോളൂ. എനിക്ക് തോന്നുന്നു എന്റെ കോളേജാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കഴിവിന്, അത് നമ്മുടെ പിള്ളേർക്കാണ്. ഇപ്പൊ ഒരു ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻവോൾവ്മെന്റ് ടീച്ചേഴ്സിനല്ല, അത് മൊത്തത്തിൽ പിള്ളേർക്കാണ് കൊടുക്കുന്ന. ആ പിള്ളേരുടെ കഴിവിനെ ഒരിക്കലും അവര് ആരും എന്ത് ചെയ്താലും അത് മൊത്തം അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കോളേജ് പറയില്ല, ഒരു കോളേജ് എന്നെ നോക്കി പറയാൻ പാടുള്ളതല്ല. എങ്ങനെയാണ് എന്റെ കോളേജ്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് കോളേജ് ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. ഇവിടുത്തെ കോളേജ് ടീം എഞ്ചിനീയറിംഗ് കോളേജ് ബെസ്റ്റ് തേർഡ് ബാസ്കറ്റ്ബോൾ ടീമാണ്. അത് മാത്രമല്ല മോഹൻദാസ് കോളേജ് ട്രിവാൻഡ്രത്തെ പ്രൈവറ്റ് കോളേജ് തന്നെ നിൽക്കുന്ന തേർഡ് ബെസ്റ്റ് കോളേജാണ്. വി ഹാവ് എ ട്രഡീഷൻ ഹിയർ നൗ. Don't belong to that. That's it. Okay, that was greatly rude. Okay. അടുത്ത റൗണ്ടിന് മുമ്പായിട്ട് എലിമിനേഷൻ കാണാം. സുദേവ്, നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു എന്താണ് സംഭവം? നിങ്ങൾ ഇലക്ഷന് മുമ്പ്, സോ താങ്കളിപ്പോൾ തന്നെ മോദിയാണ്, സോ ദ ക്വസ്റ്റ്യൻസ് ടു മോദി ഇതാക്കി. മിസ്റ്റർ മോദി, നിങ്ങൾ ഇലക്ഷന് മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന്റെ തെളിവാണ് ഞങ്ങളിപ്പോൾ ഹാജരാക്കിയത്. ഞങ്ങൾ വിദേശ ബാങ്കുകളിൽ കിടക്കുന്ന കള്ളപ്പണങ്ങൾ ഓരോ സാധാരണക്കാരനെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപയെ നിക്ഷേപിക്കുകയാണ്. ഇതുവരെ കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. നമ്മൾ ട്രൈ ചെയ്തു അതിനുവേണ്ടി. വി ആക്ച്വലി ഇംപ്ലിമെന്റഡ് ഡിമോണിറ്റൈസേഷൻ പോളിസി ഫോർ ദാറ്റ്. ആക്ച്വലി ഡിമോണിറ്റൈസേഷൻ പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയും കയ്യിൽ കുറെ പൈസ പോയതായി. പക്ഷെ ആ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫേക്ക് കറൻസി ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ എന്ന അക്കൗണ്ടിൽ കിട്ടുന്ന പറയും. ഞങ്ങൾ കുറെ പ്ലോട്ട്. സർ, 15 ലക്ഷം രൂപ എന്ന് വെച്ചാൽ എന്റെ പോക്കറ്റിൽ കിടന്ന 10 രൂപേനുള്ള ലാഘവത്തോടെ എടുത്തു തരാൻ പറ്റുന്നതല്ല. എനിക്ക് കുറച്ച് സമയം ലാഘവത്തോടെയാണല്ലോ വിളമ്പിയത്. ഐ നോ ബട്ട് ആക്ച്വലി വീപ്പടക്കിയിട്ട് ഞാൻ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം. ബട്ട് ഐ ഹാവ് എന്തൊക്കെയായിരുന്നു സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ എഫേർട്ട് എന്തൊക്കെയായിരുന്നു? സോ അതിനെ ഞാൻ പറഞ്ഞു, ഫേക്ക് കറൻസി നോട്ട്സിനെയും ബ്ലാക്ക് മണി. ഡിമോണിറ്റൈസേഷൻ വേറെ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന അമൗണ്ട്സ് ആക്ച്വലി, അതായത് ഇപ്പോ ഇവിടെ വന്ന് നമ്മൾ കറൻസി മാറ്റാൻ വേണ്ടി വരുമ്പോൾ
പ്രൂഫ് കാണിക്കണം. ഇത്രയും കറൻസിന് എന്താണ്, എന്ത് ബേസിസിലാണ് ഇത്രയും പൈസ നമ്മളെ കയ്യിൽ റുപ്പീസ് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം സ്വിസ് ബാങ്ക് കൊണ്ട് കാശ് ഇട്ടിരിക്കണം. മനസ്സിലായി? അവർക്ക് വേറെ പേയ്മെന്റ്സ് ഉണ്ട്, അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഇന്ത്യൻ റുപ്പീസ് സ്പെൻഡ് ചെയ്യേണ്ട ആൾക്കാരല്ല സ്വിസ് ബാങ്ക്. അത് മനസ്സിലാക്കുക. ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇതുപോലും അറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കളുടെ ചായയുടെ ബിസിനസിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണും. ഇന്ത്യയിലെ മുൻകാല ചരിത്രവും രാഷ്ട്രീയ കാരണങ്ങളെ കൊടുക്കുന്ന ബഹുമാനം അത് വലിയ പുണ്യമാണ്. വിവരമില്ലാതെ തെളിയിച്ചു. ഇനി വിവരമില്ലാത്ത കാര്യങ്ങൾ പ്ലാൻ നടക്കണമെന്നോ അപ്പോൾ ഡിമോണിറ്റേഷൻ വിവരമില്ലാത്ത പ്ലാനായിരുന്നു. ഇന്ത്യയിൽ എത്ര തവണ ഞാൻ ഭരിക്കുന്നതാണ്. അതായത് എന്റെ പാർട്ടിയുടെ കളർ ഞാൻ കണ്ടുപിടിച്ചു. സാർ എല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്റെ പാർട്ടിയിൽ കള്ളന്മാരുണ്ട്. അത് നിങ്ങൾ കള്ളന്മാരുള്ള പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. പക്ഷേ ഈ കള്ളന്മാരുള്ള പാർട്ടി സത്യസന്ധമായി ഇത്രയും 4 വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾ ഇന്ത്യപ്പാർക്ക് പോകുന്ന കാര്യങ്ങൾ നിങ്ങളല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ധീരന്മാരായ പ്രധാനമന്ത്രിമാർ കാർഗിൽ വാപസ് അതിന്റെ ടീം വേണ്ട. നിങ്ങൾ അതിന് ചെറിയൊരു ടീം നടത്തിയൊരു ടീം ആവശ്യമില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സാമ്പത്തികമായിട്ട് വളരെ നമ്മൾ ഒരുപാട് നമ്മൾ അനുഭവിക്കും. ഇപ്പോൾ നിങ്ങൾ 3000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രതിമ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ നാട്ടിൽ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാതെ ഇത്തരത്തിൽ വെറുതെ നിങ്ങളുടെ യാത്ര 3000 കോടി ചെലവിൽ അതും ഒരു വല്ലാത്ത സ്ഥലത്ത് സർദാർ വല്ലഭായ് പട്ടേൽ വെച്ചാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ കാണുന്ന 29 സംസ്ഥാനങ്ങളെയും ഒന്നിച്ച് പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് അതായത് എന്റെ രീതിയിലുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. പിന്നെ എന്റെ യാത്ര ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സംസ്ഥാനങ്ങൾ യൂണിഫൈ ചെയ്ത പ്രവർത്തനം ഉണ്ടാകുന്നത്. യൂണിഫൈ ചെയ്യാനുള്ള നിങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സർവ്വ ഹിന്ദുസ്ഥാന്റെ ഭർത്താവായ പട്ടേലിനെ പ്രതിമ ചെയ്യുന്നത് ഒരു ചീപ്പ് രാഷ്ട്രീയമാണ്. സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഗാന്ധിജിയുടെ ഫോട്ടോയാണ് ഓരോ എന്ന് ഇൻട്രൊഡ്യൂസ് ഞങ്ങൾക്കൊന്ന് പേര് പറയാൻ അങ്ങേർക്ക് സാധിച്ചില്ല. 3 names. That's why we felt we need to introduce ourselves, who we are, with names and with what we have done. This is exactly what we feel. ഇപ്പൊ മനസ്സിലായോ എന്താണ് പറയൂ? നമ്മുടെ പ്രസിഡന്റ് ആരെന്ന് പറഞ്ഞത് പറയരുത്. സ്ത്രീകൾക്ക് നടുവിലെ എന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ എന്നാണെങ്കിൽ ഒരിക്കലും സ്ത്രീകളുടെ പ്രവേശനം ഈശ്വരന് ഇഷ്ടമല്ല. അതേസമയം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം കുറച്ച് താമസമായിട്ടുള്ള ഒരു പ്രവൃത്തിയൊക്കെ സ്വീകരിച്ചിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോകുന്ന പ്രധാനുഷ്ഠാനമുണ്ട്.
ഇതാരാണ് കാവ്യ ഉദ്ദേശിച്ചതായിരിക്കും? സന്ദീപാനന്ദ ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുത് എന്നൊരു ശക്തമായ നിലപാട് അതിന് അനുകൂലിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് ശേഷം അദ്ദേഹം നിലപാട് What is energy? What is matter? Matter is continuity, energy is created. MC. What you call as matter? Anything continue. What you call as energy? Anything intense. The intensity and continuity is separate for a non-veg crooked brain which has seen only ups and downs. Only a vegetarian brain which can retain the experiences continuously without losing the intensity and understand M and C is not MC, it is MC. നിത്യാനന്ദജി, താങ്കൾ അടിക്കുന്ന സാധനം എവിടെ നിന്നാണെന്ന് പറയാം. ഒരു പ്രസിദ്ധ സിനിമ വീട്ടിൽ മണ്ണത്തണ്ട് ഞാൻ മനസ്സിലായി. നമുക്കൊന്നും പഠിപ്പിച്ചത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ ഒരു ആർക്കും കൂടെ കുറച്ച് അറിവ് കിട്ടിക്കോട്ടെ. ജീവിതത്തിൽ പഠിക്കുന്ന ഒരു പാഠമാണ് കുട്ടികളെ. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ അതല്ല നിങ്ങൾ വെജിറ്റേറിയൻ തുടങ്ങി